അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടൊരു പൂരി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി രണ്ട് ആലു തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ടെടുത്തിന് അതിനെ വെള്ളയിട്ടില്ല കയറ്റെടുക്കണം നല്ല ഇതേമാതിരി പരട്ടിയിട്ട് കൗകണതിന് കയറ്റൊരു സൈഡിൽ വെള്ളയിട്ടിട്ട് വെക്കണം. പിന്നെ രണ്ട് ചെറിയ സവള എടുത്തിന് ഉള്ളി അതിനെ മുറിച്ചിട്ട് 4 കഷ്ണമാക്കി വെക്കണം ഇതേമാതിരി നോക്കല്ലോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിന് കുറച്ച് വെളുത്തുള്ളി 4-5 പച്ചമുളകും അതിനൊരു മിക്സിക്ക് ഇടണം. ഈ ഇഞ്ചിൻ്റെ കഷ്ണം ഇടണം, പച്ചമുളകും വെളുത്തുള്ളിയും ഈ സവള ഇടണം. പിന്നെ ഈ പട്ടട ഞാൻ ആലു കയറ്റി വെച്ചിട്ടില്ലേ ആലുവിനെ ഇടണം, വെള്ളയിക്കാതെ അതിനെ അരച്ചിട്ട് എടുക്കണം. പിന്നെ ഈ ആലു ഇട്ടിട്ടില്ലേ വെള്ളയിക്കാതെ അരച്ചിട്ട് എടുക്കണം. എന്താ സവളൻ്റെ ആലുവിൻ്റെ വെള്ളം വരുന്നല്ല, അങ്ങനെ വെള്ളയിക്കാൻ പാടില്ല. പിന്നെ 2 സ്പൂണില്ലേ ജീരകം ഇടണം, ഇടിജീരകം ചെറിയ ജീരകം അതിടണം. പിന്നെ അരച്ചിട്ട് എടുക്കണം, ഉപ്പിടാൻ പാടില്ല. അപ്പോൾ നോക്കി തന്നെ വെള്ളം ഇട്ടിട്ടേ ഇതിൻ്റെ തന്നെ വെള്ളം വന്നിനെ നോക്കും. പിന്നെ ഒരു പൗണിലേക്ക് ഒഴിച്ചിട്ട് എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം ഇതേമാതിരി. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ ഇതിൽ വെളുത്തവണം കറുത്തവണം അടുത്ത് കറുത്തണം ഞാൻ കറുത്തിട്ട് പിന്നെ കുറച്ച് കസ്തൂരി മേത്തിയുടെ കയ്യിൽ ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് അതിട്ട് പിന്നെ ഇല്ലേ പിന്നെ കായപ്പൊടി ഇടണം. കായപ്പൊടി ഗ്യാസിനെല്ലാം നല്ലതല്ല. കായപ്പൊടിയും പിന്നെ 1 സ്പൂൺ ഇത് അയമം എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ അജുവാൻ ഇടണം 1 സ്പൂൺ. പിന്നെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം ഇതേമാതിരി. ഹിന്ദിയിൽ അജുവാൻ എന്ന് പറയും, മലയാളത്തിൽ അയമെന്ന് പറയും. അതൊരു സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഇതേമാതിരി ഇല്ല മുളക് പൊടിച്ചിട്ടെടുത്ത് എന്തേലും ചെന്നാൽ കുട്ടാവുക മുളക് ഇല്ലേ ചില്ലി പ്ലസ് അതിടണം. പിന്നെ കൊത്തമീർ ഇടണം. ഇത് കുറച്ച് ഞാൻ പൊടിച്ചിട്ടെടുത്തതിൻ്റെ എത്തില്ലാഞ്ഞത് റെഡിമെയ്ഡ് പൊടിച്ചിട്ടെടുത്തിട്ട് അതിനിട്ട് പിന്നെ കൊത്തമീർ പിന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിക്സ് ആക്കിയിട്ട് എടുത്ത് പിന്നെ മൈദ ഇടണം 1.5 കപ്പ്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ 1.5 കപ്പ് ഞാൻ മൈദപ്പൊടി ഇടും. മൈദപ്പൊടി നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതേമാതിരി. പിന്നെ 2 സ്പൂൺ ഞാൻ ഇല്ലേ നെയ്യിട്ട് ഒറിജിനൽ നെയ്യ് അസ്ലി നെയ്യ് അതിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പെരത്തിയിട്ട് എടുത്തത്, ഇതിനെ നോണ്ടിയിട്ട് എടുത്തത്. നല്ല പദം നോക്കുന്നത്, വെള്ളം കുറച്ചും ഒഴിച്ചിട്ടില്ല ഞാൻ. ഇതേമാതിരി നോണ്ടിയിട്ട് എടുക്കും. പിന്നെ 1 മണിക്കൂർ ഒരു സൈഡിൽ വെക്കണം. ഞാൻ ഒരു സൈഡിൽ ചട്ടി വെച്ചിന് എന്ത് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട്. പത്തിരി പെത്തും പോലെ പെത്തിയിട്ടില്ല ഇങ്ങനെ കിണ്ണത്തിൻ്റെ മുട്ടിനകത്ത് ഇട്ടിട്ട് അങ്ങനെ പെത്തിയാലും മൊസിൽ ഇങ്ങനെ എടുത്താലും എൻ്റെ അടുത്ത് മിഷൻ ഉണ്ട്, അതിൽ പെത്തിയിട്ട് ഞാൻ എടുത്തു. പിന്നെ എല്ലാം ഇതേമാതിരി പെത്തിയിട്ട് എടുക്കണം. പിന്നെ ചായൻ്റെ തിന്നാൻ നല്ല ടേസ്റ്റ് നോക്കല്ല. എണ്ണ കായുമ്പോൾ പൊന്തിയിട്ട് വരും. നല്ല കാഞ്ഞ പിന്നെ ഇടണം, സ്ലോ ആക്കാൻ കഴിയില്ല. സ്പീഡ് വെച്ചിട്ട് എന്ത് പിന്നെ ഇത് പൊന്തില്ലെങ്കിൽ ഇതേമാതിരി സ്പൂൺ വെച്ചോ മറത്താൻ പാടില്ല. നല്ല ഇങ്ങനെ മുകളിലേക്ക് എണ്ണ വെച്ചാലും മസിൽ ഇതേമാതിരി പൊന്തിച്ചിട്ട് എടുക്കണം.